നമസ്കാരം, സ്പോർട് ന്യൂസിലേക്ക് സ്വാഗതം. പൊന്നയൂർ അവിയൂർ കണ്ണംചിറയിൽ ഭീതി പരത്തി നീർനായക്കൂട്ടം വിഹരിക്കുന്നു. കനോലി കനാലിനോട് ചേർന്ന ഇടത്തോടുകളിലാണ് നീർനായക്കൂട്ടത്തെ കണ്ടെത്തിയത്. നിരവധി യാത്രക്കാർ രാത്രിയും പകലും വാഹനങ്ങളിലും കാൽനടയായും മറ്റും യാത്ര ചെയ്യുന്ന സ്ഥലവും കൂടിയാണ്. അവിയൂരിൽ നിന്ന് കണ്ടുബസാർ തമ്പുരാൻപടി റോഡിലേക്ക് എളുപ്പത്തിൽ എത്തിപ്പെടാനും ഗുരുവായൂർ കുന്നംകുളം എന്നിവിടങ്ങളിലേക്കും പോകാൻ ഉപയോഗിക്കുന്ന റോഡിന് സമീപത്തുള്ള ഇടത്തോട്ടിൽ നീർനായക്കൂട്ടത്തെ കണ്ടതോടെ പ്രദേശത്തെ ജനങ്ങൾ ഭീതിയിലാണ്. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം ഭദ്രാസനത്തിലെ മുതിർന്ന വൈദികനായ ജോൺ ഉറുമ്പിൽ കോർ എപ്പിസ്കോപ്പ നിര്യാതനായി. ഭദ്രാസനത്തിലെ സഭാ പ്രവർത്തനങ്ങളിലും ആത്മീയ ശുശ്രൂഷകളിലും ദീർഘകാലം സജീവ സാന്നിധ്യമായിരുന്നു അദ്ദേഹം. സംസ്കാര ചടങ്ങുകൾ സംബന്ധിച്ച വിശദ വിവരങ്ങൾ പിന്നീട്. ബ്രഹ്മകുളം സെന്റ് തോമസ് ദേവാലയത്തിൽ വിശുദ്ധ തോമാശ്ലീഹായുടെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഞായർ രാവിലെ ആദ്യ കുർബാനയ്ക്കു ശേഷം വികാരി ഫാദർ ഡേവിസ് പനകുളം കൊടിയേറ്റം നിർവഹിച്ചു. കൈക്കാരന്മാരായ റോണി സ്റ്റീഫൻ, AP ബാബു മാസ്റ്റർ, വിൻസെന്റ് പുലിക്കോട്ടിൽ, KJ ജിജോ, കൺവീനർ റോബിൻ വാഴപ്പള്ളി, ഇടവക അംഗങ്ങളും സന്നിഹിതരായിരുന്നു. വിവിധ സംഘടനകളുടെയും കൂട്ടായ്മകളുടെയും നേതൃത്വത്തിൽ പരീക്ഷകളിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെയും മറ്റു മേഖലകളിൽ മികവ് തെളിയിച്ചവരെയും അനുമോദിച്ചു. വിശദാംശങ്ങളിലേക്ക്. ചാലിശ്ശേരി ഗ്രാമീണ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വായനാ പക്ഷാചരണം, PN പണിക്കർ അനുസ്മരണ പ്രഭാഷണം, അനുമോദന സദസ്സ് എന്നിവ നടത്തി. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PR കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. ചാലിശ്ശേരി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ആനി വിനു അധ്യക്ഷത വഹിച്ചു. സംസ്കൃത പണ്ഡിതനും ചൈതന്യ വായനശാല പ്രസിഡന്റുമായ ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ PN പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. തുടർന്ന് SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. വായനശാല പ്രസിഡന്റ് ബാബു P ജോർജ്, സെക്രട്ടറി ഡോക്ടർ പ്രദീപ് ജേക്കബ്, ട്രഷറർ PS വിനു, CV ഷാബു, TM ബഷീർ, ലൈബ്രറിയൻ ചെറി, PK മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള സെന്റ് ജോർജ് കുടുംബ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പുലിക്കോട്ടിൽ ജോയിയുടെ വസതിയിൽ നടന്ന യോഗത്തിൽ ഇടവക വികാരി ഫാദർ അബ്രഹാം യാക്കോബ് പൂവത്തുമണ്ണിൽ SSLC+2 മറ്റ് ഉന്നത വിജയം നേടിയ യൂണിറ്റ് അംഗങ്ങളെ അനുമോദിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് CM സജീവൻ, സെക്രട്ടറി KV ജോയ്, ട്രഷറർ PU എഡ്വി, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ CK ചെറിയാൻ, PK ജോയ്, LC തമ്പി, റെജി ജോയ്മോൻ എന്നിവർ സംസാരിച്ചു. പഴഞ്ഞി അരുവായി കൾച്ചറൽ അസോസിയേഷനും ഗ്രാമീണ വായനശാലയും ചേർന്ന് നടത്തിയ അനുമോദന സദസ്സ് കാട്ടക്കാമ്പാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് ഉദ്ഘാടനം ചെയ്തു. കൾച്ചറൽ അസോസിയേഷൻ മേലാധികാരി സുനിൽ അരുവായി അധ്യക്ഷത വഹിച്ചു. പഴഞ്ഞി MD കോളേജ് മുൻ അധ്യാപകൻ ഡോക്ടർ ജിജി പോൾ കുട്ടികൾക്ക് വ്യക്തിത്വ വികസന ക്ലാസ് എടുത്തു. സെക്രട്ടറി AV വിനീഷ്, മുൻ വാർഡ് മെമ്പർ ജിഷ്ണു, പ്രദീപ് അരളിക്കൽ എന്നിവർ പ്രസംഗിച്ചു. SSLC+2 ബിരുദ വിജയികൾക്ക് ക്യാഷ് അവാർഡും ട്രോഫികളും നൽകി. വെസ്റ്റ് മങ്ങാട് ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ നടന്ന അനുമോദന യോഗം ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് ഡെന്നീസ് മങ്ങാട് അധ്യക്ഷത വഹിച്ചു. പോർക്കുളം പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തമ്പി ജോബ്, പഞ്ചായത്ത് അംഗങ്ങളായ വിജിത പ്രജി, ഷംന റാഫി, വായനശാല നിർവാഹക സമിതി അംഗങ്ങളായ രജനി പ്രമൻ, പ്രമോദ് മാധവൻ, സമദ് എന്നിവർ സംസാരിച്ചു. വിവിധ പരീക്ഷകളിലെ വിജയികളെ CG രഘുനാഥ് ഉപഹാരം നൽകി ആദരിച്ചു. വായനശാല സെക്രട്ടറി PK മോഹൻദാസ് സ്വാഗതവും KS ശ്രേയ നന്ദിയും പറഞ്ഞു. കോൺഗ്രസ് മോലേപ്പാട് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങ് കാട്ടക്കാമ്പൽ പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് MS മണികണ്ഠൻ മുഖ്യാതിഥിയായി. വാർഡ് പ്രസിഡന്റ് PK പ്രിൻസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ 15ാം വാർഡ് മെമ്പർ സ്വപ്ന പ്രിൻസ്, ചൊവ്വന്നൂർ ബ്ലോക്ക് മെമ്പർ വിജയ ഗോപി, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ശ്രാവൺ സിദ്ധാർത്ഥ്, MC പ്രഭു, പ്രിൻസ് മോലേപ്പാട്, ജോയ് കുമാർ, സോണി സക്രിയ എന്നിവർ സംസാരിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്തിൽ 1ാം വാർഡിൽ പ്രതീക്ഷ എന്ന പേരിൽ പുതിയ അയൽക്കൂട്ടം രൂപീകരിച്ചു. ADS ചെയർപേഴ്സൺ സഫീന അസീസിന്റെ അധ്യക്ഷതയിൽ യോഗം വാർഡ് മെമ്പർ ഗോവിന്ദൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ ഷീജ സുരേഷ് മുഖ്യപ്രഭാഷണം നടത്തി. അയൽക്കൂട്ടത്തിന്റെ ഭാരവാഹികളെയും തിരഞ്ഞെടുത്തു. നാരങ്ങാ മിഠായി എന്ന പേരിൽ കുട്ടികളുടെ ബാലസഭയും രൂപീകരിച്ചു. ചിറമനേങ്ങാട് സുവിധം ഫൗണ്ടേഷൻ നടത്തിവരാറുള്ള നിർധനരായ കുടുംബങ്ങൾക്ക് പെൻഷൻ വിതരണം ചിറമനേങ്ങാട് ഗ്രാമീണ വായനശാലയിൽ വെച്ച് നടത്തി. സുവിധം ഫൗണ്ടേഷൻ പ്രസിഡന്റ് മുരളി പാതിരിക്കാട്ട്, സെക്രട്ടറി താഴത്തുപുരയ്ക്കൽ ഗോപി, ഖജാൻജി ഷാജി വലിയറ, വൈസ് പ്രസിഡന്റ് KK ഷാജൻ എന്നിവർ നേതൃത്വം നൽകി. മന്നലംകുന്ന് ജുമാഅത്ത് പള്ളി മുൻ ഖത്തീബ് MV കുഞ്ഞി മുഹമ്മദ് മുസ്ലിയാർ നിര്യാതനായി. 97 വയസ്സായിരുന്നു.
വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് വിശ്രമ ജീവിതം നയിച്ചിരുന്ന കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ തിങ്കളാഴ്ച രാവിലെ 7 മരണപ്പെടുകയായിരുന്നു. സമസ്ത കേരള ജമിയത്തുൽ ഉലമ ചാവക്കാട് താലൂക്ക് പ്രസിഡന്റും മന്നലാംകുന്ന് മഹല്ല് സെക്രട്ടറി MK അബൂബക്കറിന്റെ പിതാവ് കൂടിയാണ് പരേതൻ. ഖബറടക്കം പിന്നീട് നടത്തും. കാട്ടകമ്പാൽ സ്രായിൽ കണ്ടംപുള്ളി സുരേന്ദ്രൻ നിര്യാതനായി. 60 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടത്തി. അജിതയാണ് ഭാര്യ. കൃഷ്ണപ്രസാദ്, കൃഷ്ണപ്രിയ എന്നിവർ മക്കളാണ്. അകലാട് 5-ാം കല്ലിന് പടിഞ്ഞാറ് ഭാഗം താമസിക്കുന്ന പരേതനായ പെരുമ്പറമ്പത്ത് അബുവിന്റെ മകളും പരേതനായ പുതിയ മാളിയേക്കൽ മൊയ്തീൻ ഹാജിയുടെ ഭാര്യയുമായ നബീസു നിര്യാതയായി. 58 വയസ്സായിരുന്നു. ഖബറടക്കം അകലാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടത്തി. ആത്തിക്ക, സുഹൈൽ, റിഷാദ്, റുഫ്സിദ എന്നിവർ മക്കളാണ്. ഇതോടെ സ്പോർട് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.